ആദ്യം ബ്രാഹ്മണർ ഭക്ഷണം കഴിക്കും. അവരുടെ എച്ചിലിന് മുകളിൽ ബ്രാഹ്മണർ അല്ലാത്തവരെല്ലാവരും കിടന്ന് ഉരുളണം. ഇങ്ങനൊരു ദുരാചാരം അടുത്ത കാലം വരെ ദക്ഷിണ കാനറയിലെ കുക്കെ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നു. സമരം ചെയ്ത് ഈ അനാചാരം അവസാനിപ്പിച്ചത് കർണാടകത്തിലെ കമ്മ്യൂണിസ്റ്റുകാരാണ്. പക്ഷേ രാജ്യത്തെ പലയിടത്തും സമാനമായ നിരവധി അനാചാരങ്ങളുണ്ട്. എല്ലാറ്റിനും കുട പിടിക്കുന്നത് സംഘപരിവാറാണ്. ദക്ഷിണ കാനറയിലെ കുക്കെ സുബ്രഹ്മണ്യ ക്ഷേത്രം. ഇവിടെ 2014 വരെ ഒരു ദുരാചാരം നടന്നിരുന്നു, മടസ്നാനം. ക്ഷേത്രനടയിൽ ബ്രാഹ്മണർ ഭക്ഷണം കഴിക്കും. ബ്രാഹ്മണന്റെ എച്ചിലിൽ ആദിവാസികളായ മലയരയന്മാർ കിടന്നുരുളും. ഇങ്ങനെ ഉരുണ്ടാൽ രോഗങ്ങൾ ഉണ്ടാകില്ലത്രേ. ഈ ബ്രാഹ്മണിക്കൽ ആചാരത്തിൽ ആകൃഷ്ടരായ ഇതര ജാതിക്കാരും രോഗം മാറുമെന്നും ജീവിത നേട്ടങ്ങൾ ഉണ്ടാകുമെന്നും പ്രതീക്ഷിച്ച് മടസ്നാനത്തിൽ പങ്കാളികളായി. ഈ ദുരാചാരത്തിന് സംഘപരിവാർ സംരക്ഷണമൊരുക്കിയപ്പോൾ ഇതിനെതിരെ ശക്തമായി സമരം ചെയ്തത് CPIM ആണ്. ನಿಮಿಷದಲ್ಲಿ ನಮ್ಮ ಕರ್ನಾಟಕ ಮದ್ರಸಾ ಹಣ ಬಡಿಸುವ ಸಮಯ, ಪುರೋಹಿತ ವರ್ಗ ಒಂದೇ ಎಂದರು. ಶೋಷಣೆಯಿಂದ ದ್ರಾವಿಡ ಸಂಸ್ಕೃತಿ ಏನಿದೆ, ಮನುಷ್ಯರನ್ನ ಕೀಳಾಗಿ ಕಾಣುವಂಥ, ನಿಕೃಷ್ಟವಾಗಿ ಕಾಣುವಂಥ, ಅದರಲ್ಲಿಯೂ ಎಂಜಲು ಎಲೆ ಮೇಲೆ ಮನುಷ್ಯರನ್ನ ಉರುಳಿಸುವಂತಹ ಕೆಟ್ಟ ಆಲೋಚನೆಗಳು ಆ ಸಂಸ್ಕೃತಿಯಲ್ಲಿ ಇಲ್ಲ, ನಿಜವಾಗ್ಲೂ ಇಲ್ಲ ಅಂತಕ್ಕಂಥದ್ದನ್ನ ನಾನು ಸ್ಪಷ್ಟಪಡಿಸ್ಲಿಕ್ಕೆ ಬಯಸ್ತೇನೆ. ಈ ಮಡೆ ಸ್ನಾನ ಅನ್ನುವಂಥದ್ದು ಮೂಲತಃ ಹೇಗೆ ವರ್ಣ ವ್ಯವಸ್ಥೆಗೆ ವಿರುದ್ಧವಾದಂತಹ ಜನರನ್ನ ಮತ್ತು ಸಮಾಜದಲ್ಲಿ ಕೆಲವು ತಪ್ಪುಗಳನ್ನ ಮಾಡಿದವರಿಗೆ ಅಸ್ಪೃಶ್ಯತೆಯನ್ನ ವಿಧಿಸಿ ಶಿಕ್ಷೆಯನ್ನ ನೀಡಲಾಗ್ತಾ ಇತ್ತು, ಹಾಗೇನೆ ಮಡೆ ಸ್ನಾನವು ಕೂಡ ಒಂದು ಶಿಕ್ಷಾರ್ಹ ಪದ್ಧತಿಯಾಗಿ ಬ್ರಾಹ್ಮಣರಿಂದ ರೂಪುಗೊಂಡಿತೇ ವಿನಃ ಅದು ದ್ರಾವಿಡ ಸಂಸ್ಕೃತಿಯ ಪದ್ಧತಿ ಅಲ್ಲ ಅಂತಕ್ಕಂಥದ್ದನ್ನ ನಾವು ಸ್ಪಷ್ಟಪಡಿಸ್ಕೋಬೇಕಾಗ್ತದೆ. ಈ ಜಾಥಾ ತಂಡದ ನಾಯಕರಾದ ಸಂಗಾತಿ ವಸಂತ ಆಚಾರ್ಯ ಅವರಿಗೆ ಕೆಂಬಾವುಟವನ್ನು ನೀಡುವ ಮೂಲಕ ಈ ಒಂದು ಪಾದಯಾತ್ರೆಗೆ ಚಾಲನೆ ಕೊಡಬೇಕು. CPIMന്റെ നേതൃത്വത്തിൽ നടന്ന പ്രക്ഷോഭത്തെ തുടർന്ന് 2013 അന്ന് സംസ്ഥാനം ഭരിച്ചിരുന്ന സിദ്ധരാമയ്യ സർക്കാർ മടസ്നാനം അവസാനിപ്പിക്കാൻ ക്ഷേത്ര അധികൃതർക്ക് നിർദ്ദേശം നൽകി. ഇതിനെതിരെ നടന്ന നിയമപോരാട്ടങ്ങൾ സുപ്രീം കോടതി വരെ എത്തി. 2014 നിരോധനം സുപ്രീം കോടതി ശരിവെച്ചു. ഇതോടെ ആചാരം പരിഷ്കരിച്ചു. ക്ഷേത്രത്തിൽ പൂജിച്ച ഭക്ഷണത്തിന് മുകളിൽ ഉരുളുന്നതാണ് പരിഷ്കരിച്ച ആചാരം. ആരും ബ്രാഹ്മണന്റെ എച്ചിലിന് മുകളിൽ ഉരുളേണ്ടതില്ല. ദക്ഷിണ കാനറയിലെ ഉടുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രം സംഘപരിവാറിന്റെ നിയന്ത്രണത്തിലാണ്. ഇവിടെയാണ് ഇന്നും പന്തിഭേദമെന്ന ദുരാചാരം നിലനിൽക്കുന്നത്. ക്ഷേത്രത്തിലെ ഊട്ടുപുരയ്ക്ക് 2 നിലകളുണ്ട്. താഴത്തെ നിലയിൽ ബ്രാഹ്മണ ഭക്ഷണം, ബ്രാഹ്മണർ അല്ലാത്തവർക്കുള്ള ഭക്ഷണം മുകളിലത്തെ നിലയിൽ. ബ്രാഹ്മണനല്ല, അപ്പം എങ്ങോട്ട് പോകണം? ഇവിടെ ബ്രാഹ്മണത്തിന് മാത്രമാണുള്ളൂ. ബ്രാഹ്മണ അല്ലാത്തവർക്കോ? ശൂദ്രന്മാർക്ക് എവിടെയാണ്? ശൂദ്രന്മാർക്ക് മുകളിൽ. ശൂദ്രന്മാർക്ക് ഇവിടെ ഇരുന്ന് കഴിക്കാൻ പറ്റുമോ? അതെന്താണ്? അല്ല, ശൂദ്രന്മാർക്ക് എന്താ ഇവിടെ ഇരുന്ന് കഴിക്കാൻ കുഴപ്പം? ಜರ್ನಲಿಸ್ಟು, ಪತ್ರಕರ್ತರು ये वीडियो प्रोग्राम बनने के लिए आए हैं। देखो स्टार्ट हो गए तो बाद में नहीं छोड़ता। नहीं, उधर
ऑफिस में जाए ऑफिस में जाए अच्छा starting this sampradaya. So we have ruled that sampradaya. We had not difference so that we are eating here, the Shudras are eating. ഇവിടെ ഈ വൈഷ്ണവ പിന്നെ ഈ അതർ കാസ്റ്റ് പിന്നെ നിങ്ങളുടെ കുറേ ഡിസ്റ്റിങ്ഷൻ സമ്പ്രദായങ്ങൾ ശാസ്ത്രങ്ങളുണ്ട് ഇങ്ങനെ ഒരുമിച്ച് ഭക്ഷണം ചെയ്യാൻ പറ്റില്ല ബ്രാഹ്മണക്ക് ഒരു ഇതാണ് പിന്നെ പബ്ലിക് അങ്ങനെ ഇതാണ് കുറേ നടപടി മുന്നിട്ടുണ്ട് ഇപ്പോൾ അങ്ങനെ ഇതാണ് നടപടിയാണ് പന്തിഭേദത്തിനെതിരെ CPIഎമ്മിന്റെ നേതൃത്വത്തിൽ ഉടുപ്പിയിൽ വൻ പ്രക്ഷോഭം നടന്നു. സമരത്തിന് നേതൃത്വം നൽകിയിരുന്നത് MA ബേബി ആയിരുന്നു. അന്ന് പോലീസ് ലാത്തിച്ചാർജിൽ നിരവധി CPIഎം പ്രവർത്തകർക്ക് പരിക്കേറ്റു. MA ബേബി ഉൾപ്പെടെയുള്ളവർക്കെതിരെ പോലീസ് കേസെടുത്തു. ും ഉടുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പന്തിഭേദമെന്ന ദുരാചാരം നടക്കുന്നുണ്ട്. CPIഎം ഇപ്പോഴും സമരം തുടരുകയാണ്. സംഘപരിവാറും കർണാടക ഭരിക്കുന്ന കോൺഗ്രസും ഈ ചാതുർവർണ്ണ്യത്തിന് കുടപിടിക്കുന്നു.